എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായ സാരികളുണ്ടോ. ഈ സാരികളെല്ലാം ഞാൻ വർക്ക് ചെയ്തതാണ് കേട്ടോ. ഞാനും അമ്മയൊക്കെ വീട്ടിൽ വർക്ക് ചെയ്ത് സാരികളാണ് ഇതൊക്കെ. ഇതിലും ഹാൻഡ് എംബ്രോയ്ഡറിയും ഫാബ്രിക് പെയിൻറ്റിങ്ങും സ്റ്റോൺ വർക്കും മെഷീൻ എംബ്രോയ്ഡറി എല്ലാം ഉണ്ട് കേട്ടോ. ഫാബ്രിക് പെയിൻറ്റിംഗ് ആണെന്ന് ഞാൻ മിക്കതും ചെയ്തിരുന്നു. പിന്നെ സ്റ്റോൺ വർക്കും ചെയ്തിരുന്നു. ഹാൻഡ് മെഷീൻ എംബ്രോയ്ഡറി അമ്മയ്ക്കാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കസ്റ്റമേഴ്സ് വേണമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് കാണുമ്പോഴാണ് അവർ പറഞ്ഞത്. അല്ലാണ്ട് നമുക്ക് വേറെ അവർക്ക് ഇങ്ങനെ പ്രൊമോഷന് വേണ്ടി നമ്മളിങ്ങനെ അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. അതെന്താ വെച്ചാൽ ഞാൻ അതായത് 2010 അതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ 10th കഴിഞ്ഞപ്പോൾ തുടങ്ങി. പിന്നെ എൻ്റെ അറിവിൽ ഞാനും കൂടി ചെയ്ത് കൊടുക്കണം. 10th അല്ല 8th തുടങ്ങിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സാരിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കിലുള്ള സാരി ഇതൊക്കെ ആദ്യം ചെയ്ത സാരികളുണ്ട്. ഒത്തിരി വർഷങ്ങളായി. ഇപ്പോഴും ആ പെയിൻറ്റിങ്ങിനൊന്നും അതായത് സാരിക്ക് മങ്ങിയാലും പെയിൻറ്റിങ്ങിനൊന്നും ഒരു ഡാമേജ് ഇല്ല. നല്ല ഇപ്പോഴും പുതിയതുപോലെ ഇരിക്കണം കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പെയിൻറ്റിങ് ഒന്നും പോവില്ല എന്ന് എൻ്റെ സാരി സെറ്റ് മുണ്ടിൽ ചെയ്തിട്ട്. പിന്നെ ഈ പെയിൻറ്റിങ്ങിൽ ഏതാ സാരി ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ എന്തെങ്കിലും സാരി സ്വന്തം ഡ്രസ്സുകളിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഡ്രസ്സ് ഇപ്പോൾ വില കുറഞ്ഞ ഡ്രസ്സുകളാണെങ്കിലും ആ ഡ്രസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും പ്ലെയിൻ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പെയിൻറ്റിനൊന്നും അധികം വിലയില്ല. ഇപ്പോൾ ഒരു പെയിൻറ്റിൻ്റെ ഒരു ബോക്സ് വാങ്ങിയാൽ തന്നെ നമുക്കത് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ ഈ ഡിസൈനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കണത് ഇപ്പോഴും. അപ്പോൾ അമ്മ ഹാൻഡ് വാഷ് തന്നെ ചെയ്യണത്. പക്ഷെ ഇപ്പോഴും അതിലൊരു കോട്ടം സംഭവിച്ചില്ല എന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഏത് സാരിയിലെ ഡിസൈനാണോ അല്ലെങ്കിൽ ഏത് വർക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വർക്കുകൾ സ്വന്തം ഡ്രസ്സിൽ ചെയ്തിട്ട് അതിപ്പോൾ നമ്മൾ മറ്റുള്ളവരാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്തതെന്നും എന്താ ചെയ്ത് തരാമെന്നൊക്കെ ചോദിച്ച് നമുക്ക് തന്നെ ഇൻകം നമ്മുടെ തന്നെ ഡ്രസ്സിൽ കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് ചെയ്ത് നമുക്ക് തന്നെ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. നമുക്കൊരു ചെറിയൊരു ഇൻകം വരല്ലേ. ഇപ്പം ഞാൻ ഇപ്പോൾ ഓഫീസിലായാലും മറ്റേ സെറ്റ് മുണ്ട് കൊടുത്തിട്ടുണ്ടായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ സാറന്മാരും ഇപ്പോൾ ചേട്ടൻ്റെ അടുത്തും അതെ ഒരു ചോദിച്ചിരുന്നു ഇങ്ങനെ ചെയ്ത് കൊടുക്കുമെന്നൊക്കെ. അപ്പോൾ നമുക്ക് തന്നെ എക്സ്ട്രാ അതായത് നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകം കൂടി വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു എമൗണ്ട് കിട്ടുമ്പോൾ നമുക്കൊരു നല്ല സന്തോഷമായിരിക്കില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലിരിക്കുന്ന എല്ലാവരും വീട്ടിൽ നിന്ന് ചമ്മമാരാണെങ്കിൽ അവർക്ക് ഒരുപാട് ജോലി ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ നമ്മൾ സ്വന്തം ഡ്രസ്സിൽ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എന്തായാലും ഇൻകം കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടി പറയും. അപ്പോൾ എന്തെങ്കിലും ചെറുതായാലും ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും ഇൻകം കിട്ടിയ കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിനും വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡിസൈനോ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഡ്രസ്സുകളിൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ ചെയ്തതിൻ്റെ അനുഭവങ്ങളും പറയണേ. എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു.